പ്രിയമുള്ളവരെ, ഉപവനം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒരിക്കൽ കൂടി സനാതനധർമ്മം സംബന്ധിച്ച ഒരു വിഷയവും ആയിട്ടാണ്. ഡോക്ടർ ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ യൂട്യൂബിൽ പല എപ്പിസോഡുകളിലായി പല പ്രസംഗങ്ങളുടെ ഭാഗങ്ങളായി യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടാൽ അദ്ദേഹം ഒറ്റ കാര്യം മാത്രമാണ് ഊന്നിപ്പറയുന്നത്. അത് സനാതനധർമ്മവും ബ്രാഹ്മണ്യവും അതുപോലെ ജാതി ഐത്ത വ്യവസ്ഥയും ആണ്. ഒന്നാമത്, ഇദ്ദേഹം പറയുന്ന ഒന്നും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അങ്ങനെയിരിക്കെ അദ്ദേഹം നിരന്തരം ഈ ബ്രാഹ്മണ്യത്തെക്കുറിച്ചും ഐത്തത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും തെറ്റ് മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ എന്തെങ്കിലും വ്രതം അദ്ദേഹം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വ്രതം ആചരിക്കുന്നുണ്ടോ എന്നറിയില്ല. അത് അദ്ദേഹം തന്നെ പറയേണ്ടതാണ്. കാരണം 1, 2, 3 അല്ലെങ്കിൽ 100 പ്രസംഗങ്ങളിൽ പറഞ്ഞത് തന്നെ ചർവണം ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നത് മറ്റ് വിഷയങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടാകാം. അതൊരു ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ വേറെയും ഉണ്ടാകാം. പക്ഷെ അദ്ദേഹത്തിന് ഈ കോളേജ് അധ്യാപകനൊക്കെ ആയി ജോലി ചെയ്ത അദ്ദേഹം ഇത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു വൈപരീത്യമുണ്ട്. ഒന്ന്, ഇത്തരം പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ, അതായത് മൂഢ ആശയങ്ങൾ കേരളീയ സമൂഹത്തിന് മുന്നിൽ പറയുന്നതിന് നല്ല തൊലിക്കട്ടി വേണം. കാരണം ഈ കേൾക്കുന്ന ആളുകൾ നിരീശ്വരവാദവും യുക്തിവാദവും പറഞ്ഞു നടക്കുന്ന എസൻസിൻ്റെ ചില പ്രാസംഗികന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു, അതുപോലെ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സി രവിചന്ദ്രൻ മാഷെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് അഭിപ്രായം പറയുന്നവരാണ്. അതുപോലെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകും. അത് ദൈവ വിശ്വാസത്തെയും ഈശ്വര ചിന്തയെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്. അത് കേട്ടാൽ രസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ട്. അത്ര പോലും ശ്രോതാക്കളെ കിട്ടാത്ത ഒരു വിഷയമാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥിതിയേ ഇല്ല. ആരെ ഭയന്നിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നറിയില്ല. ഇനി അതല്ല, അദ്ദേഹം ഈ ബ്രാഹ്മണ്യത്തെ എന്നോ നഷ്ടപ്പെട്ടു പോയ ബ്രാഹ്മണ്യ മേധാവിത്വത്തെ തിരിച്ച് കേരളീയ സമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണോ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഇപ്പോഴൊക്കെ ഇങ്ങനെ ഈ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിരുദ്ധ ചിന്താഗതികൾ പടർത്തിക്കൊണ്ടാണ് ചില ആളുകൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെ ചില വിഭാഗങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ തെരഞ്ഞെടുപ്പിലും വോട്ടിലുമൊക്കെ വോട്ട് ബാങ്കുകളൊക്കെ ലക്ഷ്യമാക്കി പലപ്പോഴും അത്തരം സന്ദർഭങ്ങൾ നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷേ അതൊന്നുമില്ലാത്ത, യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ഭാഗം എടുത്തുകൊണ്ട്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ നമ്മുടെ ഈ കേരളക്കരയിൽ നിന്ന് തന്നെ എടുത്തുപോയ ഈ പറയുന്ന ജാതി ഐത്യത്തിൻ്റെയും ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെയൊക്കെ കഥകൾ ഇദ്ദേഹം ഇന്നും എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 2000 കൊല്ലങ്ങൾക്കോ 2500 കൊല്ലങ്ങൾക്കോ 3000 കൊല്ലങ്ങൾക്കോ മുമ്പ് എഴുതിയ, അന്ന് നിലവിലുണ്ടായിരുന്ന സാംസ്കാരിക മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കി അന്നത്തെ എഴുത്തുകാർ എഴുതിയ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ചാണ് ഇദ്ദേഹം ഉദ്ധരിക്കുന്നത്. അതിലെന്തർത്ഥമാണുള്ളത്? അന്ന് നിലവിലുണ്ടായിരുന്നതിനെ നിലനിർത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയോ എഴുതിയ ഗ്രന്ഥങ്ങളായിരിക്കാം അത്. നിങ്ങൾക്കത് വായിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ, ആ ആശയഗതിയോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് വായിക്കണ്ട. ആ ആശയഗതി
അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന് ആരും പറയുന്നില്ലല്ലോ. അതെടുത്തിട്ട് ഇന്ന് സംസാരിക്കേണ്ട കാര്യം എന്താണ്? ഇന്ന് അതും എടുത്തിട്ട് അതാണ് പിന്നെ ലോകത്തിൻ്റെ പിന്നെ മുന്നോട്ടുള്ള കുതിപ്പിന് ഉതകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുന്നുണ്ടോ? അങ്ങനെ പറയുന്നവരുണ്ടാകാം, അവർക്ക് അനുയായികളും ഉണ്ടാകാം. അവരങ്ങനെ നടന്നോട്ടെ. അവരെ തിരുത്താൻ പറ്റുമോ ശ്യാംകുമാർ സാറിന് ഇങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട്? കാരണം ഒന്നാമത് മണ്ടത്തരമാണ് അദ്ദേഹം പറയുന്നത് തികച്ചും. അദ്ദേഹത്തിന് സംസ്കൃതം പഠിക്കാൻ പറ്റിയ നാടാണ് കേരളം. അദ്ദേഹത്തെ പോലെ ധാരാളം ആളുകൾ എല്ലാ ഭാഷകളും പഠിക്കുകയും ആ ഭാഷകളിലൊക്കെ പ്രാവീണ്യം നേടുകയും അത് പഠിപ്പിക്കുന്ന അധ്യാപകരാവുകയും അതിൽ ഗവേഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരാളാണ് ഈ ശ്യാംകുമാർ മാഷ്. അദ്ദേഹം ഇത് പഠിക്കാൻ താല്പര്യം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇത് പഠിക്കണ്ട. സംസ്കൃത ഭാഷ ഈ പ്രാമാണ്യത്തെയാണ് നിലനിർത്തുന്നതെങ്കിൽ സംസ്കൃത ഭാഷ താങ്കൾ പഠിക്കണ്ട. ഇനി പഠിച്ചാൽ തന്നെ അത് പിന്നെ നിങ്ങൾ അത് അംഗീകരിക്കണ്ട. പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഈ പൊതുധാരക്ക് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വാക്യങ്ങളെടുത്ത് അതാണ് ഈ പിന്നെ ഗ്രന്ഥത്തിൻ്റെ ഊടും പാവും എന്നൊക്കെ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇദ്ദേഹത്തെക്കാൾ നന്നായിട്ടത് വായിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ കേരളത്തിലില്ലേ? എന്താണ് ശ്യാംകുമാർ സാറ് വിചാരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സാറാണോ ഈ സംസ്കൃത ഭാഷയുടെ തലതൊട്ടപ്പൻ കേരളത്തിൽ? ഒരു നൂറ്റാണ്ട് കാലമായിട്ട് വേറെ ആരും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഏത് സമൂഹത്തിന് മുമ്പിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമ്മൾക്ക് കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റേതായ എല്ലാ പ്രസംഗങ്ങളിലും ഈ പറയുന്ന വൃത്തികേടുണ്ട്. നമ്മളെന്തിനാണ് ഇല്ലാത്ത കാര്യത്തെ ഉണ്ട് എന്ന് പ്രസംഗിക്കുന്നത്? മറ്റ് പല ആളുകളും പറയുമ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതാണോ എന്നറിയില്ല. ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ. ഇവിടെ അയിത്തമുണ്ട്, ഇവിടെ ജാതിയുണ്ട് എന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഇവിടെ ജാതി എവിടെയാണ് ഇല്ലാത്തത്? എപ്പോഴാണ് ഇല്ലാതിരുന്നിട്ടുള്ളത്? ജാതിയൊക്കെ ഉള്ളത് കൊണ്ടല്ലേ പല ആനുകൂല്യങ്ങളും പല വിഭാഗങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ ജാതി വേണ്ടാന്ന് പറയും. എത്രയോ നൂറ്റാണ്ട് കാലം അടിമ സമാനമായ ജീവിതം അനുഭവിച്ചവർക്ക് ആധുനിക സമൂഹം വെച്ച് നീട്ടിയ കുറേ കാര്യങ്ങൾ അവർ ആ നേട്ടങ്ങൾ കൈവരിച്ച് അത് ആ ആനുകൂല്യങ്ങൾ എടുത്തുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്ന് ഈ ശ്യാം സാറിനെ പോലെ പ്രസംഗിക്കാനൊക്കെ ആളുകൾ വരുന്നില്ലേ? അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് കാരണമായ ഒരു നാടാണ് കേരളം. ആ നാട്ടിലാണ് വന്ന് പറയുന്നത് ഇവിടെ അയിത്തമുണ്ട്, ഇവിടെ ബ്രാഹ്മണ മേധാവിത്വമുണ്ട്, ഇവിടെ ഇപ്പോൾ അമ്പലങ്ങളിൽ ക്ഷേത്ര ആരാധനാലയങ്ങളിൽ തന്ത്രിമാരായിരിക്കുന്നവർ ഒരു വിഭാഗക്കാരാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപത്തോട് ആക്ഷേപമാണ്. ആരായിരുന്നാലും ഇദ്ദേഹത്തിന് എന്താ? ആരാധനാലയങ്ങളിൽ ഇയാൾ പോകണ്ട. അദ്ദേഹത്തിന് ഇപ്പം നാരായണ ഗുരു പിന്നെ മറ്റുള്ള ആരാധനാലയങ്ങളിൽ ചെന്നിട്ട് ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വന്തമായിട്ട് അമ്പലം ഉണ്ടാക്കിയില്ലേ? അതുപോലെ സംഭവങ്ങൾ നടത്താമല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ശ്യാംകുമാർ സാറിന് ആരാധിക്കാൻ ഒരു പിന്നെ വിഗ്രഹം വേണമെങ്കിൽ സ്വന്തമായി സ്ഥാപിക്കാം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അമ്പലങ്ങളിൽ പോകണമെന്നല്ലേ ഉള്ളൂ. ദൈവം എല്ലാവരും ഇല്ലേ? ഇനി ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പിന്നെ തന്ത്രി ആരായാലും എന്താണ് ഇദ്ദേഹത്തിന്? ഈശ്വര വിശ്വാസമോ വിഗ്രഹാരാധനയും അതുപോലെ മറ്റൊന്നും ഇല്ലെങ്കിൽ ഇദ്ദേഹം പിന്നെ എന്തിനാണ് തന്ത്രികൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യം? അപ്പോൾ ഇത് വെറുതെ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് പൊതുജനത്തെ അറിയിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് എന്ന നിലയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണോ? ഒക്കെ മണ്ടത്തരല്ലേ? ഈ പറയുന്ന വഴികളിലൂടെയാണ് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം മണ്ടന്മാരുടെ വഴികളല്ലേ? എന്തിനാണിങ്ങനെ സ്വയം വിഡ്ഢിയായി സമൂഹത്തിന് മുന്നിൽ വരുന്നത്? നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിച്ചാൽ പോരെ? കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പെൻഷനായെങ്കിൽ കുറച്ച് പുസ്തകം എഴുത്. ഈ ആളുകളുടെ മുമ്പിൽ വന്നിങ്ങനെ പ്രസംഗിച്ചിട്ട് തൊണ്ട വരണ്ട് വെള്ളം പറ്റി ആരോഗ്യം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഒന്നും എഴുതാതെ ഇരിക്കാം, ഒന്നും പറയാതെ ഇരിക്കാം. പക്ഷെ മണ്ടത്തരങ്ങൾ പറയുക എന്ന് പറയുന്നതും അതുപോലെ ഇത്തരം ജൽപ്പനങ്ങൾ ആളുകളുടെ മുമ്പിൽ വിളമ്പുക എന്നൊക്കെ പറയുന്നത് സാമൂഹ്യപരമായ വലിയൊരു അനാചാരമല്ലേ?
ഈ അനാചാരത്തിനെതിരായിട്ടല്ലേ പിന്നെ സാമാന്യ ബുദ്ധിയുള്ളവർ പ്രതികരിക്കേണ്ടത്. അദ്ദേഹം വളരെ വിചിത്രമായ രീതിയിൽ മഹാഭാരതത്തിലെ ഒരു കഥാസന്ദർഭം എടുത്ത് പറയുന്നുണ്ട് ഒരു പ്രസംഗത്തിൽ. എന്ത് മണ്ടത്തരമാണ്! ഉദ്ദാലകനും ശ്വേതകേതുവും തമ്മിലുള്ള ഒരു സംഭാഷണം വരുന്ന സന്ദർഭമാണ്. ചാന്തോക്യ ഉപനിഷത്തിൽ തത്വമസി എന്ന 4 മഹാവാക്യങ്ങളിൽ ഒരു മഹാവാക്യമായ തത്വമസി 9 ഉദാഹരണങ്ങളിലൂടെ സ്വന്തം മകന് പറഞ്ഞു കൊടുക്കുന്ന പിതാവാണ് ഉദ്ദാലകൻ. ശ്വേതകേതു എന്ന് പറയുന്ന മകന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അച്ഛനാണ് ഉദ്ദാലകൻ. ആ മകന് അറിവിൽ അഹങ്കാരമുണ്ട് എന്ന് മനസ്സിലാക്കി അച്ഛൻ ആ അഹങ്കാരം തീർക്കുന്നത് തത്വം ഉപദേശിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് തല്ലിയിട്ടല്ല. ആ രീതിയിലൊക്കെ ഉപനിഷത്തിൽ പരാമർശിക്കപ്പെടുന്ന 2 കഥാപാത്രങ്ങളാണ് ശ്വേതകേതുവും ഉദ്ദാലകനും. മഹാഭാരതത്തിൽ ഇവർ വരുന്ന സന്ദർഭം എടുത്തിട്ടാണ് അദ്ദേഹം ഒരു മണ്ടത്തരം ഉദ്ധരിക്കുന്നത്, അല്ലെ ഒരു മണ്ടത്തരം വിളമ്പുന്നത്. അതായത് ഉദ്ദാലകൻ്റെ സഹധർമ്മിണിയെ, അതായത് ശ്വേതകേതുവിൻ്റെ മാതാവിനെ വഴിയെ പോകുന്ന ഒരു ബ്രാഹ്മണൻ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ആ സന്ദർഭം ഞാൻ പരിശോധിച്ചിട്ടില്ല, അതും തെറ്റായി വ്യാഖ്യാനിച്ചതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഉദ്ദാലകൻ അത് തടയുന്നില്ല. അത് കാണുന്ന ശ്വേതകേതു ഉദ്ദാലകനെ അതിന് പ്രേരിപ്പിക്കുകയും അദ്ദേഹം അതിന് തയ്യാറാവാത്ത ഒരു സ്ഥിതിയിൽ ശ്വേതകേതുവിനെ അതിന് തടയിടാൻ നോക്കുകയാണ്. അപ്പോൾ ശ്വേതകേതുവിനെയാണ് ഉദ്ദാലകൻ തടയുന്നത്. എന്നിട്ട് ഉദ്ദാലകൻ പറയുന്ന കാര്യം വെച്ചിട്ടാണ് മൂപ്പരുടെ പ്രസംഗം. അത് സ്ത്രീ സർവതന്ത്ര സ്വതന്ത്രയാണ്, ബ്രാഹ്മണൻ്റെ കൂടെ അവൾ പോകുന്നത് തടയാൻ നമുക്ക് അധികാരമില്ല, അത് സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞു വച്ചത്. ഇദ്ദേഹം നാട് നീളെ പ്രസംഗിച്ച് വെക്കുന്നത് സനാതന ധർമ്മം എന്ന് പറഞ്ഞ സ്ത്രീയെ അടിമയെ പോലെ സമൂഹത്തിലും കുടുംബത്തിലും പരിഗണിക്കുന്ന വ്യവസ്ഥിതിയാണ് സനാതനധർമ്മം, ജാതി വ്യവസ്ഥ, വർണ്ണവ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗം. അതേ മാഷ് തന്നെ ഈ സന്ദർഭം എടുത്ത് പറഞ്ഞപ്പോൾ സ്ത്രീ സർവതന്ത്ര സ്വതന്ത്രയാണ്, സ്ത്രീയെ തടയാൻ പാടില്ല, അവൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോകട്ടെ എന്ന് പറഞ്ഞ് മകനെ സമാധാനിപ്പിക്കുന്ന ഉദ്ദാലകനെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ സ്ത്രീ സർവതന്ത്ര സ്വതന്ത്രയായി ജീവിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു, അതും സനാതനധർമ്മമാണ് എന്ന് പറയേണ്ടി വരുന്നു ഈ മാഷക്ക്. വലിയ ഒരു അബദ്ധമാണ് അദ്ദേഹം പറഞ്ഞു പോയത് എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടാവുമോ അറിയില്ല. ഈ മണ്ടത്തരം മാത്രം പറയുന്ന ആൾക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. എന്തായാലും ആ കാലഘട്ടത്തിൽ സ്ത്രീക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞു നടക്കുന്ന മാഷ് ഇപ്പോൾ സ്വാതന്ത്ര്യമുള്ള സ്ത്രീയുടെ ഒരു അവസ്ഥ മഹാഭാരതത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷം തോന്നി. അദ്ദേഹത്തിന് അറിയാതെയാണ് വന്നു പോയതെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു സന്ദർഭം നമുക്ക് കാട്ടിത്തന്നല്ലോ, അത് വലിയൊരു നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പല പ്രസംഗങ്ങളും കേൾക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു എപ്പിസോഡോ 10 എപ്പിസോഡ് കൊണ്ടോ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഈ ശ്യാംകുമാർ സാറിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നു നിർത്തുന്നു.